പ്രിയപ്പെട്ടവരെ, കേവലം 6 ദിവസം മാത്രം പ്രായമുള്ള ഒരു ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കാവിൻ്റെ കുഞ്ഞാണ്. എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കും, മക്കാവ് ഇത്രയും വലുതല്ലേ, അതിൻ്റെ മുട്ടയൊക്കെ എത്രത്തോളം വലുതാണെന്നൊക്കെ ചോദിക്കും. പക്ഷേ മുട്ടയൊക്കെ അത്യാവശ്യം ചെറുത് തന്നെ, ഒരു പ്രാവിൻ്റെ മുട്ടയുടെ വലുപ്പമൊക്കെ ഉള്ളൂ. പക്ഷേ ഈ വലിപ്പത്തിലുള്ള കുഞ്ഞിനെയാണ് നമ്മൾ വളർത്തുക. 1 മീറ്ററോളം നീളമുള്ള ഒരു പക്ഷിയായിട്ട് വളർത്തിയെടുക്കുന്നത്. ഒരു ഇൻക്യുബേറ്ററിൽ ഹാച്ചായപ്പോൾ 1 ദിവസം പ്രായത്തിൽ റേസ് ചെയ്തെടുത്താണ്. അപ്പോൾ ഒരു ദിവസം വിരിയുന്ന ദിവസമൊക്കെ അരമണിക്കൂർ കൂടുമ്പം നമ്മളിവർക്ക് ഓരോ ഡ്രോപ്പ് വെച്ചിട്ട് ഫീഡ് ചെയ്ത് ഇപ്പം 6 ദിവസമായപ്പോഴത്തേനും 1 മില്ലി ഫീഡ് കഴിക്കുന്ന കോലത്തിലേക്ക് അത് വളർന്നു. 1 മില്ലി ഫീഡ് കഴിക്കുന്ന ആ ഒരു പ്രായത്തിൽ നമ്മളിവരെ 100 മില്ലി ഫീഡ് ഒരു നേരം കഴിക്കുന്നത്. അപ്പം 100 മില്ലി ഫീഡ് ഒരു നേരം എന്ന് പറയുമ്പോൾ ഒരു ദിവസം ഏകദേശം 400 മില്ലി 500 മില്ലി ഫീഡ്, 1/2 ലിറ്റർ ഹാൻഡ് ഫീഡിങ് ഫോർമുല കഴിക്കുന്ന രൂപത്തിലേക്ക് നമ്മൾ ആക്കിയെടുക്കും. അപ്പോൾ അതിനുവേണ്ടി എടുക്കുന്ന ഒരു എഫേർട്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പം ഡെഡിക്കേഷൻ എന്ന് പറയുന്ന സാധനം ഇതിൻ്റെ അകത്ത് 100% ഇല്ലെങ്കിൽ ഇവർക്ക് അസുഖങ്ങൾ വരും, ദഹനക്കേട് വരും, കുഞ്ഞുങ്ങൾ വളരില്ല. അതേപോലെ ഇപ്പം നമ്മൾ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ചൂടെന്ന് പറയുന്നത് ഒരു ബ്രൂഡിങ് മെഷീനുണ്ട്, ചൂട് കൊടുക്കുന്ന. ആ മെഷീൻ്റെ അകത്ത് 36 ഡിഗ്രി ടെമ്പറേച്ചർ രാവും പകലും കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോഴാണ് ഇവർക്ക് ആ കൃത്യമായിട്ടുള്ള ഒരു ദഹനവും അതേപോലെ തന്നെ വളർച്ചയും, രോമത്തിൻ്റെ വളർച്ചയും ശരീരത്തിൻ്റെ വളർച്ചയൊക്കെ ഉണ്ടാവുള്ളൂ. ഈ മക്കാവ്സ് എന്ന് പറയുന്നത് വളരെ സ്ലോ ഗ്രോത്ത് എന്നാണ് പറയുക. വളരെ പതുക്കെ മാത്രം, സാവധാനം മാത്രം, ആദ്യത്തെ ഒരു 15-20 ദിവസം വളരെ സാവധാനം മാത്രം വളരുന്നൊരു പക്ഷിയാണ്.